കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ എന്ത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുണ്ട്. ആ ഗവൺമെൻറ് തീരുമാനിക്കും. അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് തയ്യാറാണ്. എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല. ഇതിൽ ഈ സൂംബ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്കൂൾ യൂണിഫോം അതിനെ സംബന്ധിച്ചിടത്തോളം ഉടനെയൊരു വിവാദം. കുട്ടികൾ മിക്സഡ് ആയിട്ട് കുട്ടികൾ കളിക്കാൻ പാടില്ല, അതൊരു വിവാദം. കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട്, ഗവൺമെൻറ്റുണ്ട്. അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്കൂൾ യൂണിഫോമത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ PT ആണ് തീരുമാനിക്കുന്നത്. അല്ല വേറെ ആരെങ്കിലും ആജ്ഞാപിച്ചാൽ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല. ചില ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല. ന്യായമായ ദിവസങ്ങളിൽ പരീക്ഷ നടത്താതിരിക്കും, അതിനൊരു സംശയമില്ല, ന്യായമായ ദിവസങ്ങളിൽ. അതേസമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ സമയത്ത് ഒരു കൂട്ടം എൻ്റെ അടുത്ത് വരികയാണ്, ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല. ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ പേപ്പറും പേനയും തൊടുവില്ല എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. കേരളത്തിൽ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. നമ്മളെല്ലാവരും സഹകരിക്കുന്ന സമീപനം എടുക്കേണ്ടതാണ്. എന്നാൽ ന്യായമായ ഏതെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സന്നദ്ധമാണ്. ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളിലും ന്യായമായിട്ടും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളാകെ തന്നെ എതിർക്കുന്ന സമീപനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അധ്യയന സമയം വർദ്ധിപ്പിച്ച കാര്യത്തിൽ, സ്കൂൾ യൂണിഫോം മാറ്റുന്ന കാര്യത്തിൽ, മിക്സഡ് സ്കൂൾ തുടങ്ങുന്ന കാര്യത്തിൽ, അങ്ങനെ എല്ലാത്തിലും ചില സംഘടനകൾ മാത്രമാണ് അഭിപ്രായം പറയുന്നത്. അത് അഭിപ്രായം അവർ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അഭിപ്രായം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദപരമായും നമ്മൾ സഹകരിച്ചു പോവുകയല്ലേ. ഇനി അവരോട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. നമുക്കൊരു വിരോധമില്ല. ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞു എന്നതുകൊണ്ട് നമ്മുടെ എടുത്തിരിക്കുന്ന ന്യൂനപക്ഷത്തോട് എടുത്തിരിക്കുന്ന നയത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്ത് നൽകിയെന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. മന്ത്രി ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല എന്നും താങ്കളുടെ സംസാരിക്കുന്നത് സൂംബ വാദത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അക്കാദമിക് കാര്യങ്ങളിലും നോൺ അക്കാദമിക് കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്, സർക്കാർ തീരുമാനിച്ചോളും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.